ഇതുണ്ടല്ലേ, നിങ്ങൾക്ക് കേൾക്കാവോ? നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പിയും പഫിയുമായിട്ടുള്ള ഒരു പൂരിയാണ്. ഇതൊരു 250 ഗ്രാം ഗോതമ്പ് പൊടിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പ് മെഷർമെൻറ്റിലാണെങ്കിൽ ഈ ഒരു കപ്പ്, ഇത് ഒരു 200 ml കപ്പാണ്. ഈ ഒരു കപ്പിൽ ഒരു 2 കപ്പ് ഫുള്ളും പിന്നെ ഒരു ഇച്ചിരി കൂടെ എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. 2 സ്പൂണ് നെയ്യുണ്ട് ഇവിടെ. ഈ നെയ്യും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കപ്പിൽ ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുഴച്ച് നോക്കുമ്പോൾ ഞാൻ പറയാം മൊത്തം അളവ് എത്ര നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൂരി ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് പറയുവാണ്, പൂരി ഉണ്ടാക്കുമ്പം ഈ മാവ് ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ മാവിൻ്റെ കാട്ടിലും ടൈറ്റ് ആയിരിക്കണം. വെള്ളം ഓരോ പൊടിക്കും വ്യത്യാസം വരും. ചിലപ്പം ഇതിൻ്റെ കാട്ടിലും കൂടുതൽ വെള്ളം എടുക്കേണ്ടി വരും, ചിലപ്പം കുറച്ചായാലും മതി. അങ്ങനെ ഇത് ചെയ്തു വരണം. ഒരു 5 മിനിറ്റെങ്കിലും കുഴയ്ക്കണം. നിങ്ങൾ കാണുന്നില്ലേ ഇത് എങ്ങനെയാണ് ഞാൻ കുഴയ്ക്കുന്നത്? ഇത് വെച്ച് മുമ്പോട്ട് പോയി തിരികെ കൊണ്ടുവരുന്നു. നല്ലപോലെ കുഴയ്ക്കുവാണെങ്കിൽ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിലുള്ള എല്ലാം ഗോതമ്പ് മാവ് ഇതിൽ വരും. അങ്ങനെ വന്നാൽ നമുക്കറിയാം നമ്മുടെ ഗോതമ്പ് മാവ് ആയിട്ടുണ്ടെന്ന്. പൂരി ഉണ്ടാക്കുമ്പം ഇതിനകത്ത് നമ്മൾ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല. ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ പൂരി നല്ലപോലെ പൊങ്ങി വരും. പിന്നെ ഇതിൽ റവയോ മൈദയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി തന്നെയാണിത്. അപ്പം ഞാനിവിടെ വെള്ളം, ഇതിന് 250 ഗ്രാമിന് വെള്ളം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കപ്പ് 200 ml കപ്പിൽ ഒരു ഫുൾ കപ്പും പിന്നെ ഒരു 5 ml കൂടെ കൂടുതൽ ചേർത്തിട്ടേ. വെള്ളം കൂടി പോയെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗോതമ്പ് പൊടി ചേർത്താലും മതി. അപ്പം നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. റെഡി ആകുന്നത് പറഞ്ഞാൽ ഇത് കണ്ടോ, നല്ല സ്മൂത്തായിട്ടുള്ള ഒരു മാവാണ് നമുക്ക് കിട്ടുന്നത്. സൈഡ്സ് അതേപോലെ തന്നെ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, സൈഡ്സിൽ മാവ് അധികമൊന്നും ഇല്ല. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാനിവിടെ ഒരു 10 മിനിറ്റിനകം ഇതിന് ഉണ്ടാക്കാൻ തുടങ്ങും. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഇത് കുഴച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ റെസ്റ്റ് കൊടുക്കുമ്പോഴാണ് ഇത് നല്ലപോലെ ഒന്നുകൂടെ സ്മൂത്തായിട്ട് വരുന്നത്. നല്ല സ്മൂത്തായിട്ടുള്ള ഒരു മാവാണ്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. പൂരി കുഞ്ഞാണ്, കാണാൻ ഭംഗി. വലിയ പൂരിയും ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ ഉരുളകളായിട്ട് മാറ്റിയെടുക്കണം. ആദ്യം തന്നെ ഓരോന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇതൊന്ന് ഇച്ചിരി പരത്തണം ആദ്യം. ഇനി നമുക്കിത് പരത്തി എടുക്കാം. പൂരിക്ക് പരത്തുമ്പം അധികം കനം കുറച്ച് പരത്തരുത്, അല്ല പപ്പടമായി മാറും. ഇനി നമ്മൾ പരത്തുമ്പം ചിലയിടത്ത് കട്ടി കൂടുതലും ചിലയിടത്ത് കട്ടി കുറവും ആവാൻ പാടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ പൂരിയാണ്, അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇതൊരെണ്ണം വച്ചേക്കാം. എക്സ്ട്രാ പൊടി ഉണ്ടെങ്കിൽ തൂത്ത് കളയാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി അല്ലെങ്കിൽ ഇച്ചിരി എണ്ണ ഇവിടെ തൂത്ത് പരത്തിയാലും മതി. ഇനി അടുത്തത് നമുക്ക് പരത്താം. ഒരു പൂരിയിലെ ഒരിത്തിരി ഒരു ഭാഗം എടുത്ത് അതിനകത്തോട്ട് ഇടണം.
അത് പെട്ടെന്ന് പൊങ്ങി വരുവാണെങ്കിൽ നമ്മുടെ എണ്ണ ആയിട്ടുണ്ട്. ഇതിപ്പോൾ സമയമെടുത്തു, അത് കാരണം ഇപ്പം എണ്ണ ചൂടായിട്ടില്ല. കുറച്ചുകൂടെ ചൂടാകണം. എണ്ണ നല്ലപോലെ ചൂടായില്ലെങ്കിൽ പൂരി നല്ലപോലെ എണ്ണ കുടിക്കും. നമുക്കൊന്നുകൂടെ ഇട്ട് നോക്കാം. ഇപ്പം പെട്ടെന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പൂരി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് മേളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പൂരി നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. തീ കുറവാണെങ്കിൽ തീ കൂട്ടിയിടാം. ഞാൻ തീ കുറച്ചായിരുന്നു. ഇനി നമുക്ക് തിരിച്ചിടാം. നമുക്കിത് എടുക്കാം. ഇതെടുക്കുമ്പം ഇങ്ങനെ സൈഡിൽ ഇച്ചിരി നേരം ഒന്ന് ഇങ്ങനെ ചെരിച്ച് വെക്കുവാണെങ്കിൽ ബാക്കിയുള്ള എണ്ണ പൊക്കോളും. ഇതാണ് ക്രിസ്പി ആയിട്ടുള്ള പൂരി. നമ്മളുടെ സ്വാദിഷ്ടമായ നല്ല പഫി ആയിട്ടുള്ള പൂരി ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം, എല്ലാം നല്ല പഫി ആയിട്ടുള്ളതാണ്, ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് വെള്ളക്കടലയാണ്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, വെള്ളക്കടല കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയണം.